ട്രസ്റ്റ് മീ പീപ്പിൾ, ഈ വീഡിയോ നിങ്ങൾക്കൊരിക്കലും വേസ്റ്റായി തോന്നില്ല. അത്തരത്തിലുള്ളൊരു കാര്യം ഷെയർ ചെയ്യാൻ തന്നെയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ലൈഫിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പാടില്ലാത്ത ഒരു പേഴ്സണെ ഞാൻ കണ്ടുപിടിച്ച സ്ഥലമാണിപ്പോൾ ആ കടന്നുപോയത്, എൻ്റെ കോളേജ് ലൈഫിൽ. ആ പേഴ്സൺ അന്ന് ജസ്റ്റ് ഓക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഇന്നിത് സകല കാര്യങ്ങളും അറിയുന്ന നമ്മുടെ ഒരു മൈൻഡ് കീപ്പിംഗ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു അതർ പേഴ്സണായി മാറിയ വ്യക്തിയായി കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് അമേസിങ്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു ടാഗ് ലൈനൊക്കെ എന്നോ നമുക്കിടയിൽ വന്നു ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം തോന്നുന്ന ഈ ഇൻറ്റിമസി, ഈ ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അത് നമുക്ക് ലൈഫിൽ പേഴ്സൺസിൽ നിന്നും നമ്മളിങ്ങനെ സെലക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോയിട്ട് അങ്ങനെ ഒഴിഞ്ഞു പോയ കൂട്ടത്തിൽ എണ്ണം കുറഞ്ഞു വന്ന് അവസാനം ഈ ഒരൊറ്റ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതല്ലാതെ നമുക്ക് പോയിരിക്കാൻ അങ്ങനൊരു സ്ഥലമില്ല എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ഒരു ലേറ്റ് 30 സ്റ്റേജസ് ഒക്കെ ഉണ്ടല്ലോ, അവിടേക്ക് എത്തി നോക്കുമ്പോൾ ശരിക്കും ഇങ്ങനൊരു പേഴ്സൺ കൂടി ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോവല്ലോ എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോവും. നമ്മളെ ഏറ്റവും ബിസി ഷെഡ്യൂളിൽ ഒരു 2-3 മണിക്കൂറാണ് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചത്. അത് നമ്മുടെ ഏറ്റവും വലിയ കംഫർട്ട് സോണും കുറച്ച് ദിവസത്തേക്കുള്ള ഒരു റിലാക്സിങ് എലമെൻറ്റുമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ പണ്ടുണ്ടായിരുന്ന ആ ക്ലീശ എലമെൻസിൽ നിന്ന് നീ എന്നെ വിട്ടു പോവോ അല്ലെങ്കിൽ നിനക്ക് എന്നേക്കാൾ വലിയ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ തോന്നുന്ന ഭയങ്കര ഈഗോ പോയിന്റിൽ നിന്ന് ഇതെവിടെ പോയാലും ഈ വള്ളി തിരിച്ച് എൻ്റെ തലയിൽ തന്നെ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് നമ്മൾ എത്തുന്നൊരു പോയിൻ്റാണിത്. അത് നമ്മളെ തന്നെ വല്ലാത്തൊരു സേഫ് സോണിലെത്തിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഡെയിലി മെസ്സേജ് എഴുതില്ലെങ്കിലും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ മെസ്സേജിൽ നീ പോയിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നിട്ടൊന്ന് തോണ്ടി വിളിച്ച് നീ ചത്തില്ലല്ലോ എന്ന് ചോദിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സും, അതേപോലെ തന്നെ വെറുതെ ഒരു ടോൺ മാറ്റി നമ്മളെ എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ പോലും എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ച് വരുന്ന ഒരു കോമൺ സംഭവം ഉണ്ടല്ലോ, അതിനി പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യം തന്നെയാണ്. ചുരുക്കി പറഞ്ഞ അനുസിതാര രാമൻ്റെ ഏദൻ തോട്ടം എന്ന ഫിലിമിൽ പറയുന്നത് പോലെ ഒരു പ്രായം വരെ നമ്മൾ വിചാരിച്ചിരുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ്. പക്ഷേ ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ലക്കിയാണ് എന്നുള്ളത്. സോ ഫൈൻഡ് യുവർ കംഫർട്ട് സോൺ, ഓടിച്ചെല്ലാൻ ഒരിടം. താങ്ക് യു.